ബഹുമാന്യനായ അധ്യക്ഷൻ ഡോക്ടർ സുധാകരൻ, ഉദ്ഘാടകൻ ശ്രീ PC വിഷ്ണുനാഥ് MLA, മറ്റ് വിശിഷ്ട അതിഥികളെ, സുഹൃത്തുക്കളെ, സ്വാമിമാരെ, വളരെ ചെറിയൊരു പ്രസംഗം മാത്രമേ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. കാരണം ഒരുപാട് പ്രശസ്തർ, ഒരുപക്ഷെ ആദ്യമായിട്ടൊക്കെ ഈ വേദിയിൽ വരുന്നവരൊക്കെ ഉള്ളതുകൊണ്ട് വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ഞാൻ സ്ഥിരമായി വരുന്ന ആളായതുകൊണ്ടും. കേരളത്തിൻ്റെ പ്രത്യേകതകൾ, ഒരുപാട് രാജ്യങ്ങൾ ജീവിക്കാൻ അവസരം കിട്ടുന്ന ആളുകൾക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുള്ള കേരളം എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും അറിയാം, ഒരു യാഥാർത്ഥ്യമാണ്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൻ്റെ ഇടയിൽ. ഇപ്പോൾ ശ്രീ വിഷ്ണുനാഥ് സൂചിപ്പിച്ചു, കേരളത്തിൻ്റെ പ്രത്യേകത വിദ്യാഭ്യാസവും ആരോഗ്യമാണ്, സാമൂഹിക രംഗങ്ങളിലെ വളർച്ചയും. അതാണ് കേരള മോഡൽ. പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്, അടുത്ത കാലത്ത് ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കുന്നതാണ് കേരള മോഡൽ. അങ്ങനെ കേരള മോഡലൊക്കെ തന്നെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് 40-50 വർഷത്തിലധികമായി കഴിഞ്ഞു. അപ്പോൾ കേരള മോഡൽ എന്ന് ലോകത്ത് സംസാരിക്കാൻ കാരണമായത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിലെ മുന്നേറ്റം, അതുവഴിയുണ്ടായ ആരോഗ്യത്തിലെ മുന്നേറ്റം, ഇത് രണ്ടുമായി ബന്ധപ്പെട്ട സാമൂഹ്യ രംഗത്തെ മുന്നേറ്റമാണ്. അതാണ് കേരളത്തിൻ്റെ, അതാണ് കേരള മോഡൽ. അപ്പോൾ ഈ കേരള മോഡലിന് അതിനു മുന്നേ തന്നെ കേരളത്തിൻ്റെ പ്രത്യേകതകൾ 1913 112 വർഷം മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെൻറ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ശരാശരി ആയുസ് നോക്കുമ്പോൾ തിരുവിതാംകൂർ പ്രദേശത്ത് ഇന്ത്യയുടെ ശരാശരി ആയുസിനേക്കാൾ കൂടുതലാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലോചിച്ചു, 112 വർഷം മുമ്പ് തിരുവിതാംകൂർ പ്രദേശം, അന്ന് കേരള സംസ്ഥാനമില്ല. അപ്പം ഈ തരത്തിൽ നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്നൊരു സമൂഹമാണ്. അത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും ഇവിടെ വെള്ളമുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വ്യത്യസ്തമായിരുന്നു. 42 നദികൾ കേരളത്തിലേക്ക് ഒഴുകാണ്. അത് ഒരു സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ചല്ല, ഇവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇവിടെ ഭരിച്ച ഭരണാധികാരികൾ രാജഭരണകാലം തൊട്ട് വിഷ്ണുവൊക്കെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യരംഗത്ത് പ്രാധാന്യം. ബ്രിട്ടീഷുകാർ നമ്മൾ ഭരിക്കുമ്പോഴും അവർക്ക് വേണ്ടി കൊണ്ടുവന്നതാണെങ്കിൽ പോലും ആധുനിക വൈദ്യശാസ്ത്രം നമുക്ക് ഉപയോഗപ്പെട്ടു. ഇവിടുത്തെ വലിയ ജനറൽ ആശുപത്രികൾ തിരുവനന്തപുരത്ത്, അതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ കൊണ്ടുവന്നാണെങ്കിൽ നമുക്കത് ഉപയോഗപ്പെട്ടു. ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത രീതി ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ പണ്ടൊരു സായിപ്പ് വന്നപ്പോൾ 30 കൊല്ലം മുമ്പ് ഭക്ഷണം ഇഷ്ടത്തോടെ കഴിച്ചു. വെള്ളം കൊടുത്തപ്പോൾ പറഞ്ഞു, എനിക്ക് വൃത്തിയുള്ള വെള്ളം തരുമെന്ന് ചോദിച്ചു. അയാൾ വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ മുഴുവൻ മോശം വെള്ളമാണെന്നാണ്. ഞാൻ ചോദിച്ചു, നല്ല വെള്ളമാണെന്ന് പറഞ്ഞു, അതിനൊരു കളറുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കരിങ്ങാലി വെള്ളമാണ്. വെള്ളം തിളപ്പിച്ചതിൻ്റെ ലക്ഷണമാണ്, വെള്ളം തിളപ്പിച്ചാലേ നിറം മാറുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ജീവിതശൈലി നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിക്കുന്നത് വയറിളക്ക രോഗം വന്നിട്ടാണ്. നമുക്ക് ശ്രീ വിഷ്ണു പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 5 ലക്ഷം പേർക്ക് വയറിളക്കം വന്നിരുന്നു. അടുത്ത കാലം വരെയും വയറിളക്ക രോഗങ്ങൾ തീരെ ഇല്ലാത്തൊരു സംസ്ഥാനമായി മാറിയിരുന്നു. അപ്പോൾ നമുക്കൊരുപാട് പാരമ്പര്യമുണ്ട്. നമുക്ക് മോഡലുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ആ മോഡലുകൾക്ക് നമ്മൾ കൈയടി കൊടുക്കേണ്ടത് ഇത് ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കാണ്. അവിടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രാധാന്യം. വിഷ്ണു സൂചിപ്പിച്ചു കഴിഞ്ഞു. മനുഷ്യനെ വൃത്തി പഠിപ്പിച്ച ആളാണ്, വിദ്യാഭ്യാസം ചെയ്യണമെന്ന് പഠിപ്പിച്ച ആളാണ്. വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ വൃത്തി ഉണ്ടായിപ്പോവും, ആരോഗ്യം ഉണ്ടായിപ്പോവും. ശുചിത്വം പഠിപ്പിച്ച ആളാണ്, കൈ കഴുകാൻ പഠിപ്പിച്ച ആളാണ്. ഭക്ഷണം ഒരുമിച്ച് സാമൂഹ്യ ഭക്ഷണം, വൃത്തിയായി ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ പഠിപ്പിച്ച ആളാണ്. നമ്മൾ ആരോഗ്യത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സൂചിക, ഒരു നാട് ആരോഗ്യമുണ്ടെന്ന് പറയുന്നതിന് അതിൻ്റെ കാരണം അവിടുത്തെ ആൾക്കാർ എത്ര വർഷം ജീവിച്ചിരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള മനുഷ്യർ കേരളീയരാണ്. നമുക്ക് പുരുഷന് 73-ഉം സ്ത്രീക്ക് 80-ഉമാണ്. 80 വയസ്സെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ സ്ത്രീകൾക്ക് തുല്യമാണ്, ശരാശരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ 100 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെയൊക്കെ നമ്മൾ കാണുന്നത്. അവിടെയാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഒരു വ്യക്തി നിലയിൽ നമ്മൾ അതിശയത്തോടെ നോക്കേണ്ടത്. ശ്രീനാരായണ ഗുരു മരിക്കുമ്പോൾ 1928 അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 72 വയസ്സാണ്. ആലോചിച്ച് നോക്കണം. ഇന്നത്തെ പുരുഷൻ്റെ ശരാശരി ആയുസ് 100ഓളം വർഷമാകുന്നു. 73 പറയുമ്പോൾ അന്നത്തെ കാലത്ത് അദ്ദേഹം 72 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അന്ന് മനുഷ്യന് ശരാശരി ആയുസ് 30 വയസ്സാണ്. എല്ലാവരും 30 വയസ്സ് മരിച്ചു പോവുകയല്ല, ശരാശരി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ ശ്രീ വിഷ്ണുനാഥ് പറയുകയായിരുന്നു, പണ്ടൊക്കെ നമ്മൾ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുമെന്ന്. 60 വയസ്സാകുന്ന അത്ഭുതമാണ്.
60 വയസ്സൊക്കെ ആകുന്നത് അത്ഭുതമാകുന്ന അടുത്ത ഒരു 10-25 വർഷം മുമ്പ് വരെ അതിശയമായിരുന്നു. 100 വർഷം മുമ്പ് 98 വർഷം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 71 വയസ്സാണ്. അപ്പോൾ ഒരാളുടെ വ്യക്തി ശുചിത്വം മാത്രമല്ല, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അതുവഴി സമൂഹത്തിൻ്റെയും ശുദ്ധി ഉണ്ടാകുമ്പോൾ ആയുർദൈർഘ്യം കൂടുമെന്ന് തെളിയിച്ചൊരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം മരിക്കുന്ന വർഷമാണ്, ഞാനന്ന് സുഹൃത്തുക്കളോട് പറയുകയായിരുന്നു, 1928 അദ്ദേഹം മരിക്കുമ്പോഴാണ്, ആ വർഷമാണ് പെനിസിലിൻ കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജീവൻ രക്ഷാ ഔഷധമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് കണ്ടുപിടിക്കുന്ന ആ വർഷം അദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞു. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ വന്നിട്ടാണ് ലോകത്ത് മുഴുവൻ മനുഷ്യർ കൂടുതൽ ജീവിച്ചിരിക്കാൻ തുടങ്ങിയത്. അതിനു മുന്നേ കേരള സമൂഹം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരിക്കുന്ന മനുഷ്യരായ മാറിയത് നമ്മുടെ ശ്രീനാരായണ ഗുരു പോലുള്ള മനുഷ്യരുടെ ഒരുപാട് പേരുണ്ട്. അതുപോലത്തെ ആ സമാന കാലത്ത് ജീവിച്ചിരുന്ന അയ്യങ്കാളി ആയാലും ചട്ടമ്പിസ്വാമി ആയാലും അങ്ങനെ ഒരുപാട് പേരുടെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ശ്രമഫലം ആയിട്ടാണ് നമ്മുടെ ജനത വളരെയധികം മുന്നോട്ട് പോയത്. ഇപ്പോൾ നമുക്ക് ദുഃഖിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ആധുനികത കേരളത്തിൽ ഒരു നാട്ടിലും മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മുടെ സഹോദരിമാർ പ്രഷർ കുക്കർ തൊട്ട് ഓവൻ വഴി അല്ലെങ്കിൽ മിക്സിയൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം ഉണ്ടായത്. ഇങ്ങനെ ഒരുപാട് ആധുനികതയുണ്ട്. അത് സ്ത്രീകളെയാണ് നമ്മൾ സംരക്ഷിച്ചത് അതുവഴി. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അരിയാട്ടാനും അരി ഇടിക്കാനും മാത്രം അടുക്കളയിൽ ഉതയിരുന്ന സ്ത്രീകൾ ഇന്ന് IAS-കാരാകുന്നത് 15 വയസ്സിലും 16 വയസ്സിലൊക്കെ വീട്ടിലെ കുക്കിംഗ് തുടങ്ങുന്ന സ്ത്രീകൾ, അവർക്ക് അത് തെറ്റാണ് നമ്മുടെ നാട്ടിൽ, പക്ഷെ ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷെ അവർക്ക് പഠിക്കാനും ജോലി ചെയ്യാനും സമയം കിട്ടിയതുകൊണ്ടാണ് നമ്മുടെ സമൂഹം വളരെയധികം പുരോഗമിച്ചത്. പക്ഷെ ഇവിടെ ഇത്തരം സൗകര്യങ്ങൾ വരുമ്പോൾ, ഭാഗ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നിഷ്ക്രിയത്വം, ശരീരത്തിൻ്റെ അധ്വാനമൊക്കെ കുറയുന്നുണ്ട്. അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമുക്കിപ്പോൾ വരുന്നത്. മുമ്പൊക്കെ നാരായണഗുരുവിൻ്റെ കാലത്തൊക്കെ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ വസൂരി വന്നാണ്, പകർച്ചവ്യാധി വന്ന് മനുഷ്യൻ ചത്തുപോവുകയായിരുന്നു, മനുഷ്യൻ മരിച്ചു വീഴുകയായിരുന്നു. കോവിഡൊക്കെ പിന്നീട് വന്നെങ്കിലും മുമ്പ് ഇത് മാത്രമായിരുന്നു. പക്ഷേ പകർച്ചവ്യാധികളൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു. അവിടെയും കേരളം മുന്നിലാണ്. ഒരു വർഷം 27 ലക്ഷം പേർക്കാണ് ഇന്ത്യയിൽ ക്ഷയരോഗം വരുന്നത്. 27 ലക്ഷം പേർക്ക്. ഒരു ജില്ലയുടെ ജനസംഖ്യയാണ്. കേരളത്തിൽ 25,000 പേർക്കേ ഉള്ളൂ. 25,000 മോശം അക്കമല്ല എങ്കിൽ പോലും അത്ര കുറവാണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ അവിടെ നിന്ന് ഈ പകർച്ചവ്യാധികൾ മാറുമ്പോൾ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ജീവിതം കൊണ്ടുണ്ടാകുന്ന വസ്തുക്കൾ നമുക്ക് മരിച്ചേ പറ്റുള്ളൂ. ശ്രീനാരായണ ഗുരു 72-ാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ മൂലമാണ് മരിച്ചത്. അപ്പം നമ്മൾ 30 വയസ്സ് ആയുസ്സുണ്ടായിരുന്ന നാട്ടിൽ പുരുഷന് 73, സ്ത്രീക്ക് 80 ആയപ്പോൾ നമ്മൾ വാർദ്ധക്യത്തിൽ എത്തുകയാണ്. അപ്പോൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയാം. ഒരു പുരുഷന് വേണ്ടത് ഒരു 2000 ചില്ലറ കലോറിയാണ്. നമ്മൾ അത്രയൊക്കെ ജോലി ചെയ്യുന്നുള്ളൂ. 2000-2500. സ്ത്രീക്കായാലും താഴെ മതി. നമ്മുടെ ഒരു 3 ഇഡ്ഡലിയും രാവിലെ, ഉച്ചയ്ക്കൊരു ചോറും, സാധാരണ ചോറും, വൈകുന്നേരം നമ്മൾ ദോശ അതെന്തെങ്കിലും കഴിച്ചാൽ തന്നെ 2000 എത്തും. നമ്മൾ പക്ഷേ രാവിലെ 3-ന് പകരം 6-7 ഇഡ്ഡലി കഴിക്കുന്നവരെ എനിക്കറിയാം. എൻ്റെ സുഹൃത്തുക്കൾ പോലും ഉണ്ട്. ഉച്ചയ്ക്ക് മൂക്കറ്റ് നമ്മൾ ചോറ് കഴിക്കുന്നവരായി മാറിക്കഴിഞ്ഞു. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. കായികാധ്വാനം ഉള്ളപ്പോൾ മനുഷ്യർ ഭക്ഷണമില്ലാത്ത മരിച്ചു വരുന്ന കാലത്ത് നമ്മൾ കഴിച്ചത്രയും ഭക്ഷണം നമ്മളിപ്പോൾ വേണ്ടാത്തതിൻ്റെ, ഡോക്ടർ അജയനൊക്കെ പറയും, ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. വലിയൊരു ശതമാനമാണ് കേരളത്തിലെ സ്ത്രീകൾ 40 കഴിഞ്ഞാൽ തടി വയ്ക്കുന്നത്. അതിൻ്റെ വഴി ഉണ്ടാകുന്ന രോഗങ്ങൾ, വണ്ണം വെച്ച് കഴിഞ്ഞാൽ പ്രമേഹ രോഗം വരും, രക്തസമ്മർദ്ദം വരും, മറ്റ് ഹൃദ്രോഗങ്ങൾ വരും, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ വരും. 60-കാരൊക്കെയാണ് ഇപ്പോൾ സന്ധി മാറ്റി വെച്ച് ശരീരത്തിൻ്റെ ഭാരം കാരണം മുട്ട് തേഞ്ഞു പോയിട്ട് സന്ധി മാറ്റി വയ്ക്കുന്ന 4-5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരികയാണ്. ഇതാണ് കേരളത്തിൻ്റെ പ്രശ്നം. കേരളത്തിലെ ഭക്ഷണക്രമം സർക്കാർ തന്നെ ഇടപെട്ട് ജനങ്ങളെ, നമ്മളൊരു സാക്ഷരതാ മൂവ്മെൻറ്റ് വന്നതുപോലെ, സാക്ഷരതാ പ്രസ്ഥാനം വന്നതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കേരളം ശ്രദ്ധിക്കണം. റേഷൻ കടകൾ വഴി നമ്മൾ കൊടുക്കേണ്ട സത്യം പറഞ്ഞ അരിയല്ല. അരി വേണം, ചോറ് വേണം. പക്ഷെ പച്ചക്കറിയും മത്സ്യമാംസങ്ങളും പഴവർഗ്ഗങ്ങൾ റേഷൻ കട വഴി കൊടുക്കേണ്ട സമയം, കാരണം മനുഷ്യർക്ക് കിട്ടാതെ പോകുന്നതാണ്. പ്രോട്ടീനാണ് കിട്ടാതെ പോകുന്നത്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ കിട്ടാതെ പോവുകയാണ്. ആ രീതിയിലേക്ക് വിഷ്ണുവൊക്കെ അടുത്ത ഭാവിയിൽ ഗവൺമെൻറ്റൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഭാഗമാകാൻ സാധ്യതയുള്ളവരാണ്. അവരൊക്കെ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഗവൺമെൻറ്റുകൾ ഇടപെടേണ്ട അതിലാണ്. മനുഷ്യർക്ക്
നമുക്ക് അമിതമായി ചോറ് കഴിക്കുന്നവരാണ്. ആ ചോറിന് പകരം മറ്റ് ഭക്ഷണങ്ങൾ എത്തിക്കുന്നതിലേക്കൊരു ഒരു മൂവ്മെൻ്റ് തന്നെ കേരളത്തിലുണ്ടാണ്. കാരണം കേരളമാണ് പ്രമേഹ രോഗത്തിൻ്റെ, ഡയബറ്റീസിൻ്റെ തലസ്ഥാനമാണ്. അഡൽട്ട് പ്രായപൂർത്തിയായ ഒരു 20% പേര് പ്രമേഹ രോഗികളാണ് കേരളത്തിൽ. വളരെ അപകടമാണ്, അതുവഴി ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ആധുനികതയെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല, എല്ലാ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമ്മളുടെ ശീലങ്ങൾ, ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ, ഒരുപാട് ശീലങ്ങൾ മാറ്റി 98 വർഷം മുമ്പ് മരിച്ച ശ്രീനാരായണ ഗുരുവിന് 72 വയസ്സിൽ ജീവിച്ചിരിക്കാമെങ്കിൽ നമുക്കിപ്പോൾ ശരാശരി 72 കേരളത്തിൻ്റെ പുരുഷൻ്റെ ആയുസ്സെങ്കിൽ അത് 82 90 ഒക്കെ ആയിട്ട് ശരാശരി അതിലേക്ക് ഉയർത്തുന്ന ഒരു പ്രയാണമായിരിക്കണം കേരളത്തിലെ ആരോഗ്യരംഗത്തുണ്ടാകേണ്ടത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇതൊരു ഒറ്റ ഉദാഹരണം. കാരണം എല്ലാവരും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഭക്ഷണ വിഷയത്തിൽ മാത്രം ഞാൻ തൊട്ടത്. മറ്റൊരുപാട് പേർ വളരെ പ്രഗത്ഭരായിട്ടുള്ളവർക്ക് സംസാരിക്കാനുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ വേദി ഒഴിയുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.